ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. പ്രശസ്ത നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു ഗാന്ധിമതി ബാലന്. 80കളിലും 90കളിലും സിനിമ നിർമ്മാണ രംഗത്തും വിതരണ രംഗത്തും സജീവമായിരുന്നു ഗാന്ധിമതി ബാലൻ. സിനിമാ സംഘടനകളുടെ രൂപീകരണ കാര്യത്തിലും ഗാന്ധിമതി ബാലൻ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അന്തരിച്ചു. 66 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു ഗാന്ധിമതി ബാലന്റെ അന്ത്യം. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സിനിമകൾ തൂവാനത്തുമ്പികൾ അദ്ദേഹത്തിന്റെ ഹിറ്റ് സിനിമകളാണ്. ഒട്ടേറെ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവും വിതരണക്കാരനുമായിരുന്നു ഗാന്ധിമതി ബാലൻ. അതിൽ എടുത്തു പറയാവുന്ന സിനിമ പഞ്ചവടിപ്പാലം. KG ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടിപ്പാലത്തിന്റെ നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. ഗാന്ധിമതി ഫിലിംസും ഗാന്ധിമതി റിലീസും അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. സുഗമോ ദേവിയുടെ നിർമ്മാതാവാണ് അദ്ദേഹം. അതുകൂടാതെ നൊമ്പരത്തിപ്പൂവ് എന്ന സിനിമയുടെ നിർമ്മാതാവ്. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ബാലചന്ദ്ര മേനോന്റെ സിനിമയായിരുന്നു അദ്ദേഹം ആദ്യം നിർമ്മിച്ചത്. ഏതാണ്ട് 30ഓളം സിനിമകളുടെ നിർമ്മാതാവായിരുന്നു ഗാന്ധിമതി ബാലൻ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ്. അരുൺ, ഈ ഇടയ്ക്ക് കുറച്ച് മറ്റ് ചില ബിസിനസ് സംരംഭങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നുവല്ലോ. ഇപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം? എന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത്? മഞ്ജുഷ, 80 മുതൽ 80കളിലും 90കളുടെ തുടക്കം വരെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവ് എന്ന നിലയിലാണ് ഗാന്ധിമതി ബാലൻ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളായ പഞ്ചവടിപ്പാലം, അതുപോലെ തന്നെ തൂവാനത്തുമ്പികൾ പോലുള്ള ചിത്രങ്ങളാണ് പ്രധാനമായും അദ്ദേഹം നിർമ്മിച്ചത്. മലയാളത്തിൽ ഈ പണംവാരി പടങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ക്ലാസിക് ചിത്രങ്ങളുടെ നിർമ്മാതാവ് നിലയിലാണ് ഗാന്ധിമതി ബാലൻ ഓർമ്മിക്കപ്പെടുക. പഞ്ചവടിപ്പാലം, KG ജോർജിന്റെ പഞ്ചവടിപ്പാലം 82-ൽ, അതിനുശേഷം 10-ാം ഉദയം, സുഗമോ ദേവി, വേണുനാഗവള്ളി സംവിധാനം ചെയ്ത സുഗമോ ദേവി, നൊമ്പരത്തിപ്പൂവ്, 3-ാം പക്കം, ഈ തണുത്ത വെളുപ്പാങ്കാൽ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വളരെ കലാപരമായി മികച്ചുനിന്ന ചിത്രങ്ങളുടെ നിർമ്മാതാവ്, വിതരണക്കാരൻ എന്ന നിലയിൽ പ്രശസ്തനായ ആളാണ് ഗാന്ധിമതി ബാലൻ. വരുമാനം എന്നതിലുപരി ചലച്ചിത്രത്തെ സിനിമയെ തന്റെ പാഷനായി കൊണ്ടുവരുന്ന, ഹൃദയത്തിന്റെ ഭാഗമായി തന്നെ കൊണ്ടു നടന്ന ഒരു ചലച്ചിത്രകാരനാണ് ഗാന്ധിമതി ബാലൻ. പല ക്ലാസിക് സിനിമകളുടെ പിറവിക്ക് പിന്നിലും അദ്ദേഹത്തിന്റെ പങ്ക് മറക്കാനാകാത്തതാണ്. പിന്നീട് 2015 സംസ്ഥാനത്ത് ദേശീയ ഗെയിംസ് നടന്നപ്പോൾ അതിന്റെ ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 66 വയസ്സായിരുന്നു ഗാന്ധിമതി ബാലൻ. ഉച്ചയ്ക്ക് 12:52 അദ്ദേഹത്തിന്റെ മരണമുണ്ടായത്. നാളെ തിരുവനന്തപുരത്ത് സംസ്കാരം നടക്കുമെന്ന രീതിയിലാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അരുൺ, ഇദ്ദേഹം സിനിമ നിർമ്മാതാവ്, വിതരണക്കാരൻ എന്നത് കൂടാതെ തന്നെ ഈ സംഘടനകളുടെ രൂപീകരണ കാര്യത്തിൽ, പിന്നെ ഈ താരനിശകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് ഗാന്ധിമതി എന്നുള്ള പേര് തന്നെ ഈ മലയാള സിനിമയുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു പേരായി മാറുകയായിരുന്നു.